നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെ വിദ്യാർത്ഥികളെ കൊണ്ട് RSSന്റെ ഗണഗീതം പാടിച്ച സംഭവം രാഷ്ട്രീയ വിവാദമായി കത്തിക്കയർന്നു. ഗണഗീതം പാടിച്ച സംഭവത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷമായി വിമർശിച്ചതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും വിമർശനവുമായി രംഗത്ത് വന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ചടങ്ങ് നടത്തിയതിൽ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇതിനിടെ കുട്ടികളെ കൊണ്ട് ട്രെയിനിനുള്ളിൽ ഗണഗീതം പാടിച്ചതിനെ പിന്തുണച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും രംഗത്ത് വന്നു. ഗണഗീതം പാടിയതിൽ തെറ്റില്ലെന്നും ഇത് വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള CPM ശ്രമമാണെന്നും അദ്ദേഹം ആരോപിച്ചു. കോൺഗ്രസ് ആദ്യം ഗണഗീതം പാടിയ ശിവകുമാറിനെ തിരുത്തട്ടെ എന്നും കുര്യൻ പറഞ്ഞു. താൻ ശാഖയിൽ പോയിട്ടില്ലെന്നും തനിക്ക് ഗണഗീതം അറിയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കുട്ടികൾ പാടിയത് തീവ്രവാദ ഗാനമൊന്നും അല്ലല്ലോ എന്നായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. കുട്ടികൾ നിഷ്കളങ്കമായി ചൊല്ലിയതാണ്. സംഗീതത്തിന് ജാതിയില്ല. അങ്ങനെയുള്ള സംഗീതത്തിന് നിങ്ങൾ അവാർഡ് കൊടുത്തില്ലേ എന്നും സുരേഷ് ഗോപി പരിഹസിച്ചു. ഇതിനിടെ RSS ഗണഗീതം ദേശഭക്തി ഗാനമല്ലെന്നും സ്കൂൾ മാനേജ്മെന്റിനെതിരെ നടപടി വേണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടികളെ കൊണ്ട് ഗണഗീതം പാടിയതിൽ അന്വേഷണം വേണമെന്ന് ആരോപിച്ച് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ റെയിൽവേ മന്ത്രാലയത്തിന് പരാതി നൽകി. കേരള സർവകലാശാലയിലെ ജാതി അധിക്ഷേപം എന്ന പരാതിയിൽ അടിയന്തര അന്വേഷണത്തിന് മന്ത്രി R ബിന്ദു ഉത്തരവിട്ടു. കേരള സർവകലാശാല സംസ്കൃത വകുപ്പ് മേധാവിയിൽ നിന്ന് ജാതി അധിക്ഷേപം നേരിട്ടെന്ന് ചൂണ്ടിക്കാട്ടി PhD വിദ്യാർത്ഥിയെന്ന വിപിൻ വിജയൻ നൽകിയ പരാതിയിലാണ് നടപടി. കാര്യവട്ടം ക്യാമ്പസിലെ ഡോക്ടർ CN വിജയകുമാരിക്കെതിരെയാണ് പരാതി. സംഭവത്തിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മന്ത്രി VCക്കും രജിസ്ട്രാർക്കും നിർദ്ദേശം നൽകി. സംഭവം സർവകലാശാലയ്ക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കും അവമതിപ്പുണ്ടാക്കിയെന്നും മന്ത്രി പറഞ്ഞു. അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബീഹാറിൽ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. NDA സഖ്യത്തിനു വേണ്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് റാലികളിൽ പങ്കെടുക്കും. വൈകുന്നേരം 5ഓടെയാണ് പരസ്യപ്രചാരണങ്ങൾ അവസാനിക്കുക. ചൊവ്വാഴ്ചയാണ് ബീഹാറിൽ അവസാനഘട്ട തെരഞ്ഞെടുപ്പ്. 122 മണ്ഡലങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. നവംബർ 14നാണ് ഫലപ്രഖ്യാപനം. പഴയ കറൻസികൾ മാറ്റി നൽകുന്ന സംഘത്തിലെ 4 പേർ കൂടി UPയിൽ പോലീസിന്റെ പിടിയിലായി. ഷാരിഖ്, ഫക്രുദ്ദീൻ, അഭിനവ്, നസ്രുദ്ദീൻ എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. 3.85 കോടിയുടെ പഴയ കറൻസികളാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. സംഘത്തിൽപ്പെട്ട 4 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. മറ്റുള്ള 4 പേരെ ഒക്ടോബർ 30നാണ് അറസ്റ്റ് ചെയ്തത്. നിരോധിച്ച 500, 1000 രൂപ നോട്ടുകൾ വാങ്ങി പുതിയത് നൽകുന്ന വൻ സംഘം പ്രവർത്തിക്കുന്നതായി പിടിയിലായവർ പോലീസിനോട് വെളിപ്പെടുത്തി. ബ്ലാക്ക് മാർക്കറ്റിൽ അനധികൃത വ്യാപാരത്തിന് ഇപ്പോഴും നിരോധിത നോട്ടുകൾ ഉപയോഗിക്കുന്നതായാണ് സംശയം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൃദ്രോഗി മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവില്ലെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. മരിച്ച വേണുവിന് ചികിത്സ നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് ഡോക്ടർമാരുടെ മൊഴി. കേസ് ഷീറ്റിൽ പോരായ്മകളില്ലെന്നും പ്രോട്ടോകോൾ പ്രകാരമാണ് ചികിത്സ നൽകിയത് എന്നുമാണ് ഡോക്ടർമാരുടെ വാദം. വേണുവിന്റെ ബന്ധുക്കളിൽ നിന്നും വിവരം ശേഖരിക്കണമെന്നും ആശയവിനിമയത്തിൽ അപാകതയുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം നടന്നത്. വിഷയത്തിൽ DME തിങ്കളാഴ്ച അന്തിമ റിപ്പോർട്ട് നൽകും. ഇതിനുശേഷമാകും തുടർ നടപടികൾ സ്വീകരിക്കുക. യുക്രൈനിന്റെ നിർണായക ലോജിസ്റ്റിക് ഹബ്ബായ പൊക്രോവ്സ് പിടിച്ചെടുക്കാൻ റഷ്യ നീങ്ങുന്നതായി റിപ്പോർട്ടുകൾ. 21 മാസമായി റഷ്യൻ സൈന്യം ഇതിനായി നീക്കം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി മേഖലയിൽ ഇരു സൈന്യങ്ങളും കനത്ത ഏറ്റുമുട്ടലിലാണ്. നഗരം ഏറെക്കുറെ റഷ്യൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പൊക്രോവ്സ് പിടിച്ചെടുക്കാൻ റഷ്യ 2023 മുതൽ ശ്രമം ആരംഭിച്ചതാണ്. അടുത്തിടെ വൻതോതിൽ സൈനികരെ മേഖലയിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. അതേസമയം റഷ്യൻ സൈന്യം മുന്നേറുകയാണെങ്കിലും പൊക്രോവ്സ് കീഴടക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് യുക്രൈൻ സൈന്യം അവകാശപ്പെടുന്നത്. കനത്ത ഏറ്റുമുട്ടൽ നടക്കുന്നതായും സൈന്യം പറയുന്നു. അമേരിക്കൻ സർക്കാരിനെ പ്രതിനിധീകരിച്ച് ദക്ഷിണാഫ്രിക്കയിൽ ഈ മാസം നടക്കാൻ പോകുന്ന G20 ഉച്ചകോടിയിൽ ആരും പങ്കെടുക്കില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരെ ആഫ്രിക്കൻ വംശജർ പീഡിപ്പിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ട്രംപിന്റെ തീരുമാനം. വെള്ളക്കാരെ കൊന്നൊടുക്കുകയും അവരുടെ കൃഷിഭൂമി അനധികൃതമായി പിടിച്ചെടുക്കുകയുമാണെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിൽ അവകാശപ്പെട്ടു. ദക്ഷിണാഫ്രിക്കയിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നിടത്തോളം അമേരിക്ക പങ്കെടുക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ തീരുമാനം ഖേദകരമാണെന്നും എന്നാൽ വെള്ളക്കാർ വംശീയ വിവേചനം നേരിടുന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ദക്ഷിണാഫ്രിക്ക പ്രതികരിച്ചു. ജോനാസ്ബർഗിൽ ഈ മാസം 22-നും 23-നുമാണ് ഉച്ചകോടി. മെക്സിക്കോയിലുള്ള ഇസ്രായേലിന്റെ അംബാസിഡറെ വധിക്കാനുള്ള ഇറാന്റെ നീക്കം പൊളിച്ചെന്ന് US. വധിക്കാനുള്ള നീക്കം പൊളിച്ചെന്നും നിലവിൽ ഭീഷണിയില്ലെന്നും US അധികൃതർ അറിയിച്ചു. ഇസ്രായേൽ അംബാസിഡറായ ഐനാത്ത് ക്രാൻസിനെതിരെ കഴിഞ്ഞ വർഷാവസാനമാണ് വധശ്രമം ഉണ്ടായതെന്നും ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിലും ഭീഷണി ഉണ്ടായിരുന്നുവെന്നും US ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇറാന്റെ റവല്യൂഷണറി ഗാർഡിലെ ഓഫീസർ ഹസൻ ഇസാദിയുടെ നേതൃത്വത്തിലായിരുന്നു വധശ്രമ പദ്ധതിയെന്നാണ് US റിപ്പോർട്ട്. എന്നാൽ വധശ്രമം ഉണ്ടായതായി അറിവില്ലെന്ന് മെക്സിക്കോ സർക്കാർ പ്രതികരിച്ചു. മെക്സിക്കോയിലെ ഇറാൻ എംബസിയും ആരോപണം നിഷേധിച്ചു. ഇതോടുകൂടി വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.